UDFിനെ സംബന്ധിച്ചിടത്തോളം 101% പ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകിച്ച് അടൂർ മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം ഒരു സംശയം വേണ്ട UDF ഭരണം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാവരും തന്നെ UDFിൻ്റെ എല്ലാ പ്രവർത്തകരും അതിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം ഏകോപിപ്പിച്ചുള്ള ഒരു തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കുവാനുള്ള അവസരം ലഭ്യമായി. ആ അവസരം ഞങ്ങൾ മുതലാക്കി എടുത്തുകൊണ്ട് ഇവിടുത്തെ കാര്യം മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ഈ സംസ്ഥാനത്ത് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിന് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങളും നിങ്ങൾ തന്ന അനുഗ്രഹവും ഒക്കെ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു ആളാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഒത്തിരി കാര്യങ്ങളുണ്ടാകും. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ മാത്രമല്ല ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ തീവെട്ടിക്കൊള്ളയാണ്. ആ തീവെട്ടിക്കൊള്ള അതിനെ ആളുകൾ ഇന്ന് ജയിലിൽ കിടപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അത് ചർച്ച ചെയ്യപ്പെടാതെ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത്. എങ്കിലും ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ UDF നല്ല ഭൂരിപക്ഷത്തോട് കടന്നു വരാനുള്ള അവസരം ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഈ ജില്ലയിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശബരിമല വിഷയം നിങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്? ശബരിമല വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. പക്ഷേ അത് അനുകൂലമാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഗവൺമെൻറ് നിറവേറ്റി സർക്കാർ നിറവേറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള അവസരം. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് വളരെ പ്രമാദമായ ഒരു കേസിൽ വന്നിരിക്കുന്നത്. ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കും. ഇത്തരം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ അതോ ഇത്തരത്തിലുള്ള ആളെ അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് സർക്കാരിന്റെ? അല്ല, ഞാനത് ആ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്. അല്ല, ദിലീപിനെ വേട്ടയാടിയെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ അല്ലല്ലോ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഞാൻ പറഞ്ഞത് ഒരു അതിപ്പോൾ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആണ് കുറേ പോലീസുകാരുടെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ്. അതിപ്പോൾ ഞാൻ അല്ല അതിന് അറസ്റ്റ് സർക്കാർ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി. സർക്കാർ അല്ലെങ്കിൽ അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ല. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്.